ചേട്ടാ ഒരു കോഡ് ഒരു സെൻറ്റർ. എന്താ എന്റെ കോലെങ്ങനെ സെൻഡ് ഓഫ് ആയിരുന്നു. അടിച്ചു പൊളിച്ചില്ലേ? എന്താട്ടാ ചേട്ടനല്ലടാ കേരള പോലീസ് ഉണ്ടാ. എന്തിനാണ്ടോ എന്നെ പിടിക്കണേ? വിടറോ വിടറോ. ഓട്ടങ്ങടാ എന്താ പോക്കറ്റില് കഞ്ചാവാ? എന്താ സംഭവം? കഞ്ചാവന്നെ ഇപ്പോഴത്തൊക്കെ പിള്ളേരൊരു കാര്യം. പ്രസിഡന്റ് ആ ചെക്കനെ പിടിച്ച വാർത്ത വന്നുണ്ടല്ലോ. എന്താ ചെയ്യാ, ചെക്കന്മാരൊക്കെ ഇങ്ങനെ ആയി കഴിഞ്ഞാല് നാടിന്റെ ഗതി എന്താവും? പപ്പ ഗെയിം കളിക്കാൻ നെറ്റ് തീർന്നിട്ടാ. അന്റെ ഒരു നെറ്റും ഗെയിമും പരീക്ഷയാണ് മോനെ, പോയിരുന്ന് പഠിക്കാൻ നോക്ക്. ആ ദാസ വാ, കയറിയിരിക്കേ. ഇല്ല പ്രസിഡന്റ്, ഞാൻ അവിടെ നിന്നോളാം. മോനെ പോലീസുകാർ പിടിച്ചോണ്ടോയി. അവനൊരു തെറ്റും ചെയ്തിട്ടില്ല പ്രസിഡന്റ്, അവനൊരു പാവാ. നിങ്ങൾ ഇതെന്താ അറിഞ്ഞിട്ടാ? അവന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണമെന്ന് ഞാൻ മുൻപേ പറഞ്ഞിട്ടില്ലേ? ഇപ്പൊ അവൻ കൂടെ പഠിക്കുന്ന ഒരു കുട്ടീരെ തല തല്ലി പൊളിച്ചിട്ടാ വന്നിരിക്കണത്. പോരാത്തതിന് കഞ്ചാവും. ആ കുട്ടി ഇപ്പൊ ഐസിയുല. ദാസ, ഈ കേസിൽ ഞാൻ ഇടപെടില്ല. പ്രസിഡന്റ്, എലക്ഷൻ ഇനിയുണ്ട് കേട്ടോ. ഈ ലഹരി കേസിൽ ഇടപെടാത്തതിന്റെ പേരിൽ ഇലക്ഷനിൽ തോറ്റ അതങ്ങ് പോട്ടെ നോക്കും. വടക്കേക്കാട് രാഷ്ട്രീയം എന്ന് പറയുമ്പോഴേ നിങ്ങൾ മാത്രല്ലല്ലോ. ഇക്കാര്യത്തില് വടക്കേക്കാട് പഞ്ചായത്ത് കമ്മിറ്റിക്ക് ഒറ്റ തീരുമാനാ. അത് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് എടുത്തതാ. ആകെയുള്ള ഒരുത്തന, എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കണം. നടക്കില്ല, നിങ്ങളിപ്പോ പോയിക്കോ. പ്രസിഡന്റ്, അവന്റെ പരീക്ഷ അടുത്ത ആഴ്ചയാണ്. അവൻ ഈ പരീക്ഷ എഴുതണ്ട. കൂടുതൽ ഒരുത്തന്റെ തല തല്ലിപ്പൊളിച്ചിട്ട് ഇനി ഇവൻ എന്തായിട്ടെന്താ? ഐസിയിൽ കിടക്കുന്ന ആ കുട്ടിക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവില്ലേ പ്രസിഡന്റ്? അതുകൊണ്ട് അവൻ പരീക്ഷ എഴുതണ്ട. അരുണേ, ആ പ്രതിനെ ഇന്നലെ തന്നെ പൊക്കിയിട്ടുണ്ട്. ആ പയ്യന്റെ പെനിസ് കെട്ടി തീർക്കുക. അതിതുവരെ കിട്ടിയിട്ടില്ല. അവിടുന്ന് മാറ്റിയിട്ടുണ്ട്. അല്ലല്ല, സ്റ്റേഷനിലേക്കല്ല, വേറെ സ്ഥലത്തേക്കാ. കൂടുതൽ വിവരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അറിയിക്കാം. ഓക്കെ സുജയ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഗുരുവായൂരിനടുത്ത് വടക്കേക്കാട് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഇവിടെ തൊട്ടടുത്ത സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയുടെ മൃതശരീരം കണ്ടെടുത്ത സ്ഥലമാണ് ഇതിൻ്റെ ഈ മുളങ്കാടിന് പിന്നിലായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഒരു ആൺ സുഹൃത്തിൻ്റെ, ഈ വിദ്യാർത്ഥിനിയുടെ കൂടെ പഠിക്കുന്ന ഒരു ആൺകുട്ടിയുടെ ജനനേന്ദ്രിയം മുറിച്ചെടുത്ത നിലയിലും കണ്ടു കിട്ടിയിട്ടുണ്ട്. ഇതുവരെയും ആ ജനനേന്ദ്രിയം നീയാ ചായയായിട്ട് വന്നേ? അമ്മയുടെ കുളി ഇതുവരെ കഴിഞ്ഞില്ലേ? ഇല്ല. അപ്പൊ ഗ്ലാസ് പൊട്ടില്ലേ? പപ്പ ടൂറിന് പോണട്ടാ. പഠിക്കുവോ? നന്നായി പഠിച്ചാ ടൂറിന് കൊണ്ടുപോവാ ട്ടാ. ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ. മോള് പോയിക്കോ. ഞാൻ പോയിട്ട് വരാം. എന്തായിടോ എന്റെ ചെക്കന്റെ കാര്യം? ബ്രാഞ്ചിയെ ഞാൻ അങ്ങോട്ട് പോവുന്നുണ്ട്. തുന്നിക്കുട്ടി എടുക്കാമെന്ന് പറഞ്ഞ സമയം കഴിയാറായി. ആ കഴിവറ മോൻ എന്തെങ്കിലും പറഞ്ഞോ? അവനെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചോണ്ട്. സാറിപ്പ എവിടെയാ? ഞാനിപ്പോ അങ്ങോട്ട് വരാം.
എന്താ ഇത് കൊണ്ടല്ലോ നീ പാവം കുഞ്ഞനെ. ഗിരി സാറേ, അല്ലെങ്കിൽ വരണവരും പോണവരൊക്കെ ഇതിനെ തല്ലി ചതക്കണേ സാറേ. ഇനി അവനെ തല്ലിയ ചത്തുപോകും. ഇവനൊക്കെ ചാവേണ്ടതാ, മോളപ്രായമുള്ള പെൺകുട്ടീനെ. അശോക എന്തുണ്ടായതെങ്കിൽ പറഞ്ഞുകൂടാ. എന്തിനാ നീ ഇങ്ങനെ അടി വാങ്ങണ്? ഞാനൊന്നും ചെയ്തിട്ടില്ല സാറേ. വെള്ളം വെള്ളം പച്ച വെള്ളം കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? ദാഹിക്കണമെന്ന് പറഞ്ഞപ്പോൾ കൊടുത്താണ് സാറേ. പറയടാ, നീ അതാ എവിടെയാടാ വെച്ച്? പറയടാ പറയടാ. ആ മുറിച്ചെടുത്ത സാധനം തുന്നിച്ചേർത്തില്ലെങ്കിലേ ആ ചെക്കൻ്റെ ജീവനും കൂടി അപകടത്തിലാവും. അതുകൊണ്ട് എന്നെ കൊണ്ട് ഞാനത് പറയിപ്പിക്കും. പറയടാ കഴിവറുടെ മോനെ. പറയില്ല സാറേ, എന്നെ കൊന്നാലും പറയിപ്പിക്കും ഞാൻ. പറയടാ. പിള്ളേരോടുള്ള എന്റെ കുത്തിക്കഴപ്പേ ഞാൻ മാറ്റിത്തരാടം. മര്യാദക്ക് ഈ പറഞ്ഞോ ഇനി തല്ലി ചത്തുപോകും സാറേ. എന്തായി സാറേ, ഇങ്ങക്ക് പറ്റിയില്ലെങ്കിൽ ഞാൻ പറയിപ്പിക്കണ. നീ അത് പറയാതെ എത്ര സമയം പോവും? നീ അത് പറയും. പറയണം. ഞാൻ ഹോസ്പിറ്റലിൽ പോവാം. ഞാൻ അവിടെ എത്തുമ്പോഴേക്കും തുന്നിച്ചേർക്കാനുള്ള സാധനം അവിടെ എത്തണം. അശോക, അതെവിടെന്ന് പറയടാ. ആ മുറിച്ചെടുത്ത സാധനം കിട്ടിയ ആ ചെക്കൻ രക്ഷപ്പെടൂടാ. നീ ആ പെൺകുട്ടിനെ എന്താ ചെയ്തു? ഞാൻ ആ മോളൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ അവനെ അവൻ ആ മോളെന്താ ചെയ്തെന്നറിയോ? അവൻ രക്ഷപ്പെടണ്ട. മാഷേ, മീനു ഇതുവരെ പോയിട്ടില്ലേ? ഇന്നത്തോടെ ക്ലാസ് തീരല്ലേ, അപ്പൊ ടീച്ചേഴ്സിന് എല്ലാവർക്കും ഇത്തിരി മധുരം കൊടുക്കാന്ന് വിചാരിച്ചു. ഇതാ മാഷേ. ലഡു തന്നും മയക്കിയിട്ടൊന്നും കാര്യമില്ല. പരീക്ഷ ഹാളിൽ ഞങ്ങളുണ്ടാവില്ല, പുറമേ നിന്നുള്ള ടീച്ചേഴ്സാവും. അതൊക്കെ എനിക്കറിയാം മാഷേ. മാഷ് നോക്കിക്കോ, ഞാൻ എല്ലാ സബ്ജക്റ്റിലും A+ വാങ്ങും. മാഷെ, ആ സി ബ്ലോക്കിൽ 4 പിള്ളേര് അലമ്പാ. ബാക്കിയുള്ള കുട്ടികളൊക്കെ പോയി. ഞാൻ നോക്കാം മാഷേ. Got me feeling one with the madness. Got me feeling one with the truth. These days they've been calling me the bad. ടീച്ചറെ, സെന്റ് ഓഫ് മധുരാവൂലേ? ആ ടീച്ചറെ എടുത്തു. മീനു നന്നായി പഠിക്കണം കേട്ടോ, ടീച്ചറൊക്കെ ആവാനുള്ളതല്ലേ. നിങ്ങൾക്കൊക്കെ വീട്ടിൽ പോവാനായില്ലേ? എന്താ അല്ല, എന്താ മാഷ്ക്ക് കണ്ടുകൂടെ? കണ്ടു കാണാത്ത മാഷാണോ ഞങ്ങൾ ഇത്രയും കാലം പഠിപ്പിച്ചത്? ഇവരെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. മോളെ, നീ എന്താ ഇങ്ങനെ? എങ്ങനെ ഇങ്ങനെയാ? നിങ്ങളൊന്നും പരീക്ഷ എഴുതാൻ പോണില്ല. മാഷേ, ആ ഫോൺ ഉണ്ടെന്നോ തലമണ്ട ഞാൻ തല്ലിപ്പൊളിക്കും. ആ ഫോൺ കൊടുത്തോ സാറേ.
അല്ലാണ്ട് സാർ ഈ ഹോള് വിട്ട് പോവില്ല. അത് കൊടുത്ത സാറേ പണി കിട്ടും. അശോകേട്ടാ, അശോകേട്ടാ, ഇതാ ലഡു. അശോകേട്ടന് ഷുഗർ ഒന്നും ഇല്ലല്ലോ അല്ലേ? ഇത് കഴിച്ചിട്ട് ഷുഗർ വരെങ്കിൽ ഷുഗർ വരട്ടെ. ശരി, ആയിക്കോട്ടെ. പോട്ടെ ഞാൻ. നന്നായി പഠിക്കണോട്ടാ. അശോക, ഞാനതൊക്കെ അടച്ചിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചോളൂ. ആയിക്കോട്ടെ മാഷെ, ഞാൻ നോക്കാം. മോളെ മീനുട്ടി, മീനുട്ടി, മോളെ മീനു, മോളെ. ചേട്ടോ, മോളൊന്നുമില്ല, ഇനി മോനെ ഉള്ളോ? എന്താണ് അവളെ ചെയ്ത്? എന്തേട്ടാ, ചേട്ടനൊന്ന് നോക്കണം.
അശോക, അണക്കൊരു കാര്യം അറിയോ? മലപ്പുറത്തെ ശങ്കരനാരായണൻ എന്ന് പേരുള്ളൊരു അച്ഛനുണ്ട്. അയാളെ മോളാ കൃഷ്ണപ്രിയ. ആ പെൺകുട്ടീനെ പീഡിപ്പിച്ചു വന്ന ആ പ്രതിയെ അയാൾ വീട്ടിൽ വെച്ച് കൊന്നു. ഇവിടെ സ്വന്തം മകളല്ലാതിരുന്നിട്ട് പോലും നീ ഇത്രയൊക്കെ ചെയ്തില്ലേ? അശോക, നീ വെട്ടിമുറിച്ചെടുത്ത ചെക്കൻ്റെ സാധനല്ലേ, അത് നീ പ്രാഞ്ചിക്ക് കൊടുക്കണം. അത് വെട്ടിമുറിച്ച് വല്ല പട്ടിക്കിട്ട് കൊടുത്ത് അതിൻ്റെ പേരിൽ മോളിൽ നിന്ന് വരുന്ന പ്രഷറില്ലേ, അത് ഞാൻ നോക്കിക്കൊണ്ട്. നീ ഇപ്പം പോയിക്കോ.